വൺസ് യു എൻറ്റേർഡ് ദർ ഈസ് നോ കം ബാക്ക്. അത്രയ്ക്ക് അഡിക്റ്റീവായ, അത്രയ്ക്ക് പവർഫുള്ളായ, അത്രയ്ക്ക് നമ്മളെ അതുമായി അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന എന്തോ ഒരു സാധനം ട്രേഡിങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൈസ എത്ര കാർന്ന് തിന്നിട്ടും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിയ പൈസ അതും തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ള വാശിൻ്റെ പുറത്ത് നമ്മൾ നിന്ന് പോകുന്നതും. നിങ്ങളും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലും മാത്രമുള്ള ഒരു ഗെയിമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോയത് വേറൊരാളും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം കത്തിജ്വലിക്കുന്നതാണ് നമ്മുടെ പുറത്ത് ഇമോഷൻസ് ആയിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ട്രേഡിംഗ് നിന്ന് സക്സസ് ആവാനും പറ്റില്ല, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് പോകാനും പറ്റില്ല. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, നമ്മളെ മൈൻഡ് സെറ്റിനെ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുക. അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനുള്ള പ്ലാൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർലി അതിനെ സ്ട്രക്ചർ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു നിശ്ചിത സമയത്തേക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ട് ഒരു അൺബിലീവബിൾ ലോസ് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ പാനിക് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ലോസ് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളല്ല, നിങ്ങളുടെ ഹ്യൂമൻ ബ്രെയിൻ ആ രീതിയിൽ പോകും. സോ ഇത്രയും കാലം ട്രേഡ് ചെയ്തതെല്ലാം നിങ്ങൾ നശിപ്പിക്കാൻ ആ ഒരൊറ്റ റീസൺ മതി. ലോസ് കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ട്രേഡർ പ്രോഫിറ്റിലാണ്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ലോസ് കൺട്രോൾ ചെയ്യാനാണ്, അല്ലാതെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനല്ല.